കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കാവൂ. സത്യം സത്യം സത്യം. നേരത്തെ ആരെങ്കിലും വന്ന് കള്ളം പറഞ്ഞാ? അവർ ശ്രദ്ധിച്ചു നോക്കൂ. ഈ നിൽക്കുന്ന സ്ത്രീയെ പരിചയമുണ്ടോ? ആ പരിചയമില്ല. ഇതിന്റെ ഭാര്യയല്ലേ? ഇത് അറിയാമെങ്കിൽ പിന്നെ ചോദിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. ആക്ച്വലി എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? ആഴ്ചയിലല്ല പ്രശ്നം, ഡെയിലി പ്രശ്നമാണ്. കല്യാണം കഴിച്ചതിന് ശേഷം ഡെയിലി പ്രശ്നം. എന്റെ ജഡേജ് നിങ്ങൾ മനസ്സിലാക്കണം. അത് പിന്നെ കേട്ടാ, വിവാഹ മോചനത്തിന് പറഞ്ഞതാണ്. റിവേഴ്സ്. ഇതാണ് വിദ്യാഭ്യാസമില്ല, വിവരമില്ല. എനിക്ക് ഇതിന്റെ കൂടെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഇവളുമായിട്ടുള്ള ബന്ധം എനിക്ക് വേണ്ട. ഐ വാണ്ട് ഡ്രൈവാഷ്. ഐസക് ന്യൂട്ടൺ പോസ്റ്റിന്റെ വട്ടത്തിരുന്നാണ് പഠിച്ചത്. എബ്രഹാം ലിങ്കൻ മെഴുകുതിരി വട്ടത്തിരുന്നാണ് പഠിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് വരായി. സാറേ, ഞാൻ ജനിച്ച നാൾ മുതൽ നേഴ്സറി പോകുന്ന കാലഘട്ടം മുതലേ എല്ലാവരും പറയുന്ന ഡയലോഗാണ്. അവിടെ ഇരുന്ന് പഠിച്ച് മറ്റേതായി, ഇവിടെ ഇരുന്ന് പഠിച്ച് മറ്റേതായി. സാറേ, ഞാൻ ചെറിയ ഒരു സംശയം ചോദിച്ചോട്ടെ. 3:30 മണിക്ക് സ്കൂൾ വിടും. ഈ രാത്രി വരെ ഇവർക്ക് എന്താണ് പരിപാടി? എവിടെയെങ്കിലും തെണ്ടിത്തിരിഞ്ഞിടന്ന് ക്രിക്കറ്റും കളിച്ചിട്ട് വരും. അമ്മ അടിക്കുമ്പോ കരഞ്ഞുകൊണ്ട് വന്നിരുന്ന പോസ്റ്റിന്റെ മൂട്ടിയിരുന്ന് പഠിക്കണമെന്ന് അത്ര വലിയ കഴിവൊന്നുമല്ല. സാറൊന്നും ഇവരെ പ്രോത്സാഹിപ്പിക്കരുത്. ഞാൻ ഉള്ള കാര്യം പറയാം. എന്റെ കുടുംബത്തിൽ ജോലിക്ക് പോകാത്ത ഒരു മനുഷ്യൻ പോലും ഇല്ല. അറിയാം, എല്ലാവർക്കും ജോലിയുണ്ട്. അപ്പൊ അച്ഛൻ റിട്ടയർ ആയോ? ഇല്ല, പുള്ളി തന്നെ ഇപ്പോഴും എന്റെ അച്ഛൻ. ഞാൻ എന്റെ വീട്ടിൽ ഷോക്ക് അടിച്ച് കിടന്ന സമയത്ത് ഞാൻ ചാവും പോയി ആരെങ്കിലും വന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോ മിനി ഓടി വന്നു. അവൾക്ക് മനസ്സിലായി ഞാൻ ചാവുന്നു. അപ്പോഴെന്നെ അവൾ എനിക്ക് കുറെ കൃത്രിമ ശ്വാസം തന്ന് രക്ഷിച്ചു. അതിനെ കണ്ടുകൊണ്ട് വന്നിട്ടാണ് ഇവളെ തെറ്റിദ്ധരിച്ചിട്ട് ഇത്ര വിഷയമായത്. കറണ്ട് അടിച്ച് വീണ് കിടക്കുന്ന ഒരാൾക്ക് കൃത്രിമ ശ്വാസം കൊടുക്കണതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷെ കറണ്ട് ഇല്ലാത്ത ഇയാളെ വീട്ടിൽ ഇയാളെ എങ്ങനെ കറണ്ട് അടിച്ചു? ഇതാണ് എന്റെ ചോദ്യം.